വെൽക്കം ബാക്ക് ടു മൂവി ട്രാവലർ 2022. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫൂട്ടേജ് എന്ന് പറയുന്ന സിനിമയുടെ കഥയാണ്. കപ്പിൾസായ രണ്ട് യൂട്യൂബേഴ്സിന് ഒരു സ്ത്രീയെ ചുറ്റിപ്പറ്റി തോന്നുന്ന ചില സംശയങ്ങൾ, അതിനു പുറകെ പോയി അവർ നേരിടുന്ന അനുഭവങ്ങളും ഞെട്ടിക്കുന്ന സത്യങ്ങളും ഇവയൊക്കെ പ്രമേയമാക്കി നിർമ്മിച്ചിരിക്കുന്ന ഒരു ചിത്രമാണ് ഫൂട്ടേജ്. അതിലെല്ലാം ഉപരി മഞ്ജു വാര്യർ വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ് ഈ ചിത്രത്തിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത്. മഞ്ജു വാര്യരെ കൂടാതെ വിശാഖ് നായരും ഗായത്രി അശോകുമാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. സൈജു ശ്രീധരൻ ആദ്യമായി സംവിധാനം ചെയ്ത് 2024 പുറത്തിറങ്ങിയ ഒരു മലയാളം ത്രില്ലർ ചിത്രമാണ് ഫൂട്ടേജ്. ഇത് മലയാളത്തിലെ രണ്ടാമത്തെ ഫൗണ്ട് ഫൂട്ടേജ് ചിത്രം കൂടിയാണെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. കഥാപാത്രങ്ങൾ തന്നെ സൃഷ്ടിച്ച വീഡിയോ റെക്കോർഡിങ്ങിലൂടെ കഥ അവതരിപ്പിക്കുന്ന ഒരു ഫോർമാറ്റിലാണ് ചിത്രം. ഇനി നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം കഥാപാത്രങ്ങൾ തന്നെ എടുത്ത വീഡിയോ റെക്കോർഡിങ്ങിലൂടെയാണ് കഥ അവതരിപ്പിക്കുന്നതെന്ന് പറഞ്ഞിരുന്നല്ലോ. കപ്പിൾസിലെ ബോയിയുടെ ക്യാമറയിലെ ദൃശ്യങ്ങളാണ് ആദ്യം കാണിക്കുന്നത്. ഇവര് ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അതായത് നമ്മുടെ നായകനും നായികയും. കഥാപാത്രങ്ങൾക്കൊന്നും തന്നെ പ്രത്യേകിച്ച് പേരുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നായിക, നായകൻ എന്നിങ്ങനെ നമുക്ക് വിളിക്കാം. നായികയും നായകനും കൂടി എങ്ങോട്ടോ ഒരു യാത്ര പോവുകയാണ്. എല്ലാം തന്നെ റെക്കോർഡ് ചെയ്തുകൊണ്ടാണ് ഇവരുടെ യാത്ര. എല്ലാ സീനുകളും അതുകൊണ്ട് തന്നെ ആ ഒരു സെൻസിൽ വേണം നമ്മൾ മനസ്സിലാക്കാൻ. അവരങ്ങനെ യാത്ര ചെയ്ത് ഒരു ചെറിയ ചായക്കടയിൽ ചെന്ന് ചായ കുടിക്കുന്നു. പ്രായമായ ഒരാൾ നടത്തുന്ന ചായക്കടയായിരുന്നു അത്. അവിടെ ഒരു അമ്മുമ്മ കൂടി ഉണ്ടായിരുന്നു എന്ന് നമ്മുടെ കപ്പിൾസിന്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. എന്നാൽ ഇപ്പോൾ അവിടെ വിഷമിച്ചിരിക്കുന്ന അപ്പൂപ്പൻ മാത്രമാണ് ഉള്ളത്. ഒരു പക്ഷേ അമ്മൂമ്മ മരിച്ചു പോയിട്ടുണ്ടാകാം. ചായ കുടി കഴിഞ്ഞ് അവര് യാത്ര തുടരുന്നു. നായിക ഈ സമയം അവരുടെ ഫ്ളാറ്റിന്റെ താഴെ താമസിക്കുന്ന ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ലേഡിയെ കുറിച്ച് പറയുന്നുണ്ട്. മിസ്റ്റീരിയസ് ലേഡി എന്നാണ് അവർ ആ സ്ത്രീയെ വിളിക്കുന്നത്. ഈ മിസ്റ്റീരിയസ് ലേഡി ഒരു ഡോക്ടറായിരുന്നു. പണ്ട് അവർ റേപ്പ് വിക്റ്റിമായ ഒരു പെൺകുട്ടിയെ ചികിത്സിച്ചിരുന്നു. വളരെ ക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ട കുട്ടിയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ സീരിയസ് ഇഞ്ചുറിയുമായി ചികിത്സ തേടിയ വിക്റ്റിമിനോടൊപ്പം ഡോക്ടർ കട്ടാക്കി നിന്നു. എന്നാൽ കേസ് തേഞ്ഞു മഞ്ഞു പോയി. ഹോസ്പിറ്റലുകാർ പോലും ഡോക്ടറിനൊപ്പം നിന്നതുമില്ല. എങ്കിലും ഡോക്ടർ നല്ല ചികിത്സയൊക്കെ കൊടുത്ത് വിക്റ്റിമിനെ ബെറ്റർ ആക്കിയെടുക്കും. റിക്കവർ ആയി വന്ന ഒരു ഘട്ടത്തിൽ ഫ്ളാറ്റിന് മുകളിൽ നിന്ന് ചാടി ഈ വിക്റ്റിമായ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നു. കൊന്നതാണെന്നും പറയപ്പെടുന്നുണ്ട്. എന്നാൽ ആ സംഭവത്തിന് ശേഷം ഡോക്ടർ ആരോടും മിണ്ടാതെയാകും എന്നൊക്കെ നായിക നായകനോട് പറയുന്നു. അവരങ്ങനെ ആ വിഷയം സംസാരിച്ച് യാത്ര തുടരുകയാണ്. പെൺകുട്ടിയെ റേപ്പ് ചെയ്തവനെ 4-5 മാസം കഴിഞ്ഞ് മിസ്സിംഗ് ആകും. ഇതുവരെയും അയാളെ കണ്ടു കിട്ടിയിട്ടും ഉണ്ടായിരുന്നില്ല. അവരുടെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ടെന്നൊക്കെ നായിക പറയുന്നുണ്ട്. അവരങ്ങനെ ഒരു പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന വീട്ടിലേക്കാണ് ചെല്ലുന്നത്. ഒറ്റനോട്ടത്തിൽ ആ വീട് ആള് താമസമില്ലാത്തതുപോലെയാണ് നമുക്കും തോന്നുന്നത്. അവിടെ ആളില്ലെന്ന് നായകൻ പറയുമ്പോഴേക്കും അയൽവാസിയായ ഒരാൾ വന്ന് അവർ മരിച്ചിട്ട് 2 മാസമായെന്ന് പറയുന്നു. മരിച്ചതുപോലും ആരും അറിഞ്ഞില്ല. ഒരാഴ്ച കഴിഞ്ഞാണ് മരണം തന്നെ പുറത്തറിഞ്ഞത് എന്നൊക്കെ അയാൾ പറയും. ശേഷം അവർ ആകെ നശിച്ചു കിടക്കുന്ന മറ്റൊരു വീട്ടിലേക്കാണ് പോകുന്നത്. അതൊരു ഹോണ്ടഡ് ഹൗസ് ആയിരുന്നു. രാത്രിയിൽ ആ വീട്ടിലൊരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കാറുണ്ടെന്ന് പരിസരവാസികൾ വിശ്വസിച്ചിരുന്നു, അല്ലെങ്കിൽ അവരങ്ങനെ പറഞ്ഞിരുന്നു. ഇത്തരം മിസ്റ്റീരിയസ് ആയ സ്ഥലങ്ങളിലൊക്കെ ചെന്ന് വീഡിയോ എടുത്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്ന 2 യൂട്യൂബേഴ്സാണ് നമ്മുടെ നായികയും നായകനും. പല സമയങ്ങളിലായി ഷൂട്ട് ചെയ്ത വീഡിയോയാണ് ഇവർ പോസ്റ്റ് ചെയ്യാറ്. ശേഷം അവർ ആ വീട്ടിൽ തന്നെ അന്ന് രാത്രി ചെലവഴിക്കുന്നു. ആ വീട്ടിൽ താമസിച്ചിരുന്ന പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വന്ന ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ കൊന്നിരുന്നു. ശേഷം അവർ ആത്മഹത്യ ചെയ്തതായും പറയപ്പെടുന്നു. ആ കൊല്ലപ്പെട്ട കുഞ്ഞിന്റെ കരച്ചിലാണ് പലരും കേട്ടതായി പറഞ്ഞിരുന്നത്. നായകനും നായികയും ഇതേക്കുറിച്ച് സംസാരിച്ചങ്ങനെ കിടക്കുകയാണ്. ഇവർ കേൾക്കുന്നില്ല. പക്ഷെ നമുക്ക് ആ സംസാരത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കാൻ കഴിയുന്നുണ്ട്. ആ കുഞ്ഞിൻ്റെ കാര്യമൊക്കെ ആലോചിച്ച് നായികയ്ക്ക് നല്ല വിഷമം വരികയും ചെയ്യുന്നു. അങ്ങനെ ആ സീൻ കട്ടായി പിറ്റേന്ന് രാവിലെയാണ് കാണിക്കുന്നത്. അന്ന് രാത്രിയാകുമ്പോഴേക്കും രണ്ടാളും തിരികെ ഫ്ളാറ്റിലേക്ക് തന്നെ എത്തുന്നു. വീട്ടുകാരിൽ നിന്നൊക്കെ അകന്നാണ് നായിക നായകനൊപ്പം താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ അമ്മ വിളിച്ച് നായികയോട് സംസാരിക്കുമ്പോൾ നായിക തിരിച്ച് അമ്മയോട് ദേഷ്യപ്പെടുന്നു. മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും ഒരു നല്ല കുട്ടി പദവി കിട്ടാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരു അമ്മയാണ് തൻ്റെതെന്നൊക്കെ നായിക നായകനോട് പറയുന്നു. എന്നെ എങ്ങനെ ആകാൻ കിട്ടില്ല, എനിക്ക് എൻ്റെതായ ഇഷ്ടത്തിന് ജീവിക്കാനാണ് താല്പര്യമെന്നും അവൾ അവളുടെ ഇഷ്ടം പറയുന്നുണ്ട്. ഇവരുടെ സംസാരത്തിൽ ഒരു മിസ്റ്റീരിയസ് ലേഡിയെ കുറിച്ച് പറഞ്ഞിരുന്നില്ലേ ഡോക്ടർ? അവര് ഈ നായികയും നായകനും താമസിക്കുന്ന ഫ്ളാറ്റിന് തൊട്ട് താഴെയാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നായിക സ്ഥിരമായിട്ട് അവരുടെ ആ ഒരു ആക്ടിവിറ്റീസ് അവരുടെ മുകളിലത്തെ ഫ്ളാറ്റിൽ നിന്ന് താഴോട്ട് വാച്ച് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ അവർ സംസാരിച്ചു നിൽക്കുന്നതിനിടയിൽ താഴത്തെ ഫ്ളാറ്റിൽ താമസിക്കുന്ന ആ ഒരു ലേഡി ഒരു വലിയ പെട്ടിയും വലിച്ചെടുത്ത് പോകുന്നത് നായിക കാണും. ഇവർ നിരന്തരം അവരെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ നായികയും നായകനും ആ ലേഡിയെ ഫോളോ ചെയ്യാൻ തീരുമാനിക്കും. ഒരു കാറിന്റെ അടുത്തേക്കാണ് ആ ലേഡി വന്നത്. ഡിക്കിയിൽ എന്തോ വച്ച ശേഷം അവർ കൊണ്ടുവന്ന പെട്ടിയുമായി ആ ലേഡി തിരികെ ഫ്ളാറ്റിലേക്ക് പോകുന്നു.
കുറച്ചു സമയത്തിന് ശേഷം നായകനും നായികയും ആ ലേഡിയുടെ വണ്ടി ട്രാക്ക് ചെയ്ത് പോകുന്നതാണ് പിന്നെ കാണിക്കുന്നത്. അവരങ്ങനെ പോയി ഒരു വലിയ കാട്ടിലേക്കാണ് ചെല്ലുന്നത്. സിഗ്നൽ കട്ടാകുന്നതോടെ അവർക്ക് ആ ലേഡിയുടെ വണ്ടി ഫോളോ ചെയ്യാൻ പറ്റാതാകുന്നു. അതിന്റെ കൂടെ അപ്പോഴേക്കും നല്ല മഴയും പെയ്യുന്നുണ്ടായിരുന്നു. എങ്കിലും രണ്ടാളും കുറച്ചു ദൂരം കൂടി വണ്ടി മുന്നോട്ടെടുത്ത് നോക്കുന്നു. ഇത്തിരി കൂടി മുന്നോട്ട് നീങ്ങുമ്പോൾ ലേഡിയുടെ കാർ സ്റ്റോപ്പ് ആയതുകൊണ്ട് തന്നെ അവര് കാറിൽ നിന്നിറങ്ങി പുറകെ പോകാൻ തീരുമാനിക്കും. കാറിന്റെ സ്പോട്ട് മനസ്സിലാക്കി നായികയെ നായകൻ ആ വഴി പോയി നോക്കാൻ പറയുന്നു. 10 മിനിറ്റിനുള്ളിൽ തിരികെ വന്ന് നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കി ഒരുമിച്ച് പിന്നെ പോകാമെന്ന് പറഞ്ഞ് ആദ്യം നായികയെ പറഞ്ഞയച്ച ശേഷം നായകൻ മറ്റൊരു വഴിയെ നായികയെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. കാരണം അവൾക്ക് എന്തെങ്കിലും അപകടം പറ്റുമോ എന്ന് അറിയണമല്ലോ. കുറച്ചു ദൂരം ചെന്ന നായികയോട് നായകൻ പേടിയുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കും. പേടിയുണ്ടെന്നാണ് നായിക പറയുന്നത്. പേടിക്കണ്ട, ഞാനുണ്ടെന്ന് പരസ്പരം പറഞ്ഞ് സമാധാനിപ്പിച്ച് രണ്ടാളും മുന്നോട്ട് നീങ്ങുന്നു. കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങുമ്പോഴേക്കും എന്തിലോ തട്ടി നായകൻ തെറിച്ചു വീഴുന്നു. ശരിക്കും നായകൻ ആ വീണതിന്റെ കുറച്ച് മുന്നോട്ട് വലിയൊരു താഴ്ചയായിരുന്നു. കയ്യിൽ നിന്ന് തെറിച്ചുപോയ ക്യാമറ എടുത്ത് മുന്നിലേക്ക് പോകുമ്പോഴേക്കും മഴയും പെയ്യും. കൂടെ ആനയുടെ ചിഹ്നം വിളിയും കേൾക്കുന്നു. അവിടുന്ന് നോക്കുന്ന നായകൻ കാണുന്നത് മറ്റേ മിസ്റ്റീരിയസ് ആയ ലേഡിയില്ലേ, നമ്മുടെ നായികയെ ആ ലേഡി വലിച്ച് കാറിന്റെ ഡിക്കിയിലേക്ക് എറിയുന്നതാണ്. അലറി വിളിച്ച് നായകൻ നിൽക്കുന്നിടത്തു നിന്ന് കാറിന്റെ അടുത്തേക്ക് ഓടി വരുമെങ്കിലും അപ്പോഴേക്കും കാർ എടുത്ത് ലേഡി അവിടെ നിന്നും പോയിരുന്നു. കാറിന് പുറകെ ഓടിയെത്തുന്ന നായകൻ കാടിന് പുറത്ത് ഒരു തുറസായ സ്ഥലത്ത് നിർത്തിയിട്ടിരിക്കുന്ന കാറാണ് കാണുന്നത്. അപ്പോഴേക്കും ഏകദേശം നേരം വെളുത്തിരുന്നു. നിർത്തിയിട്ടിരിക്കുന്ന കാറിന്റെ ഡിക്കിയിൽ നിന്ന് ലേഡി നമ്മുടെ നായികയെ വലിച്ച് താഴെയിട്ട് അവിടുന്നെടുത്ത് തൊട്ടടുത്തുള്ള ഒരു പുഴക്കരയിലേക്കാണ് പോകുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഒരു ചങ്ങാടത്തിലേക്ക് നായികയെ എടുത്തിട്ട് അവർ പുഴ കടന്നു പോകുന്നു. മറ്റു മാർഗങ്ങളില്ലാതെ അവിടെ കിടന്ന ഒരു പാഴ്ത്തടിയിൽ പിടിച്ച് നീന്തി നായകനും അക്കരയ്ക്ക് പോകും. അക്കരെ എത്തിയ ശേഷം ലേഡി എങ്ങോട്ട് പോയെന്ന് മനസ്സിലാകാതെ സ്റ്റക്കായി നിൽക്കുകയാണ് നമ്മുടെ നായകൻ. ചുറ്റോട് ചുറ്റും വൻ മരങ്ങളും ഘോര വനവും മാത്രം. പെട്ടെന്ന് ഒരു വാതിൽ പതിയെ ചാരുന്ന ഒരു ശബ്ദം നായകൻ കേൾക്കുന്നു. ശബ്ദം കേട്ട ദിശയിലേക്ക് നോക്കുമ്പോൾ അവിടെയുള്ളൊരു പുഴയുടെ കരയിലായി പഴകി ദ്രവിച്ച ഒരു കപ്പൽ കിടക്കുന്നുണ്ടായിരുന്നു. നായകൻ വളരെ പതിയെ ദ്രവിച്ചു നശിച്ച ആ കപ്പലിന്റെ ഒരു വശത്തുകൂടി അകത്തേക്ക് കിടക്കും. കപ്പലിനകം മുഴുവൻ പരിശോധിക്കുമ്പോൾ അതിനിടയിൽ ഒരു തട്ടിൽ നായികയെ കെട്ടിയിട്ടിരിക്കുന്നത് നായകൻ കാണുന്നു. കുറച്ചകലെ കാട്ടിൽ മിസ്റ്റീരിയസ് ലേഡി ഒരു കുഴിയെടുക്കുന്നതും നായകൻ കാണും. ഈ തക്കത്തിന് നായകൻ ഓടി വന്ന് കെട്ടിയിട്ടിരിക്കുന്ന നായികയുടെ കെട്ടഴിക്കും. കെട്ടഴിഞ്ഞ് താഴെ വീഴുന്ന ലേഡിയെ കണ്ട് നായകൻ ശരിക്കും ഞെട്ടിപ്പോകുന്നു. അത് നമ്മുടെ നായികയായിരുന്നില്ല, മറ്റേതോ ഒരു സ്ത്രീയായിരുന്നു. ഒരുവിധം അവരെ രക്ഷിച്ച് അവിടെ നിന്നും പുറത്തു കടക്കാൻ തുടങ്ങുമ്പോഴേക്കും മറ്റേ മിസ്റ്റീരിയസ് ലേഡി അവിടേക്ക് വരും. നായകനും രക്ഷപ്പെട്ട സ്ത്രീയും ഒരിടത്ത് പതുങ്ങിയിരിക്കുന്നു. മിസ്റ്റീരിയസ് ലേഡി വന്നപാടെ സ്ത്രീയെ കെട്ടിയിട്ടിരുന്ന റൂമിലേക്ക് വന്ന് നോക്കുന്നു. ആ മുറിയിലേക്ക് കടക്കുന്നതും പുറകെ വന്ന നായകൻ ആ മുറിയുടെ കഥ കടച്ച ശേഷം രണ്ടാളും കൂടി അവിടെ നിന്നും രക്ഷപ്പെടും. ആ മിസ്റ്റീരിയസ് ലേഡിയുടെ ഫേസ് അപ്പോൾ മാത്രമാണ് നമുക്ക് മുന്നിൽ റിവീലാകുന്നത്. അത് നമ്മുടെ മഞ്ജു വാര്യരായിരുന്നു. നമുക്കിനി ഈ മിസ്റ്റീരിയസ് ലേഡിയെ ഡോക്ടർ എന്ന് വിളിക്കാം. ഏതായാലും നായകനും ലേഡിയും ഒരുവിധം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുമെങ്കിലും നമ്മുടെ ഡോക്ടർ അവരെ ഫോളോ ചെയ്തു വരുന്നു. ഒരു ഘട്ടത്തിൽ ലേഡിയെ അറ്റാക്ക് ചെയ്യുന്ന ഡോക്ടറുമായി നായകൻ ഫൈറ്റ് ചെയ്യുകയാണ്. ശേഷം രണ്ടാളും തമ്മിൽ നല്ലൊരു ഫൈറ്റ് നടക്കും. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ലേഡിയെയും നായകനെയും നമ്മുടെ ഡോക്ടർ അടിച്ചു വീഴ്ത്തി. മാത്രവുമല്ല അവിടെ ഇരിക്കുന്ന ക്യാമറയും പുള്ളിക്കാരി അടിച്ചു പൊട്ടിക്കുന്നുണ്ട്. ഇനി കാണിക്കുന്നത് നമ്മുടെ നായികയുടെ ക്യാമറയിലെ വിഷ്വൽസ് ആണ്. ഒരു മ്യൂസിക്കൽ പ്രോഗ്രാമിൽ പങ്കെടുത്ത് അടിച്ചു പൊളിച്ച് ഡാൻസൊക്കെ കളിച്ച ശേഷം രാത്രി നായകനും നായികയും തിരികെ ഫ്ലാറ്റിലേക്ക് വരുന്നു. 2020 കൊറോണ ടൈമാണ് ശരിക്കും ഈ കഥ നടക്കുന്ന സമയം. അതുകൊണ്ട് തന്നെ എല്ലാവരും ഫ്ലാറ്റിലും വീടുകളിലും ലോക്ക്ഡൗൺ ആയി പെട്ടിരിക്കുകയാണ്. താഴത്തെ നിലയിലെ ലേഡിയെ നമ്മുടെ നായിക പതിവ് പോലെ വാച്ച് ചെയ്യുന്നുണ്ട്. നായികയുടെ ഫ്ലാറ്റിൽ ജോലിക്ക് വരുന്ന ചേച്ചിയാണ് ഇത്. വയസ്സായെന്ന് സമ്മതിക്കാൻ തീരെ മനസ്സിലാത്ത നമ്മുടെ ചേച്ചി കൂട്ടുകാരിയോട് രാവിലെ തന്നെ ഫോണിൽ ബൈക്കിൽ പോയ ആൾ തന്നെ വായി നോക്കിയതിനെ കുറിച്ചും ആരോ ഇടയ്ക്കിടെ ഫോണിൽ വിളിച്ച് ഐ ലവ് യു എന്ന് പറയുന്നൊക്കെ തട്ടിവിടുന്നുണ്ട്. നമ്മുടെ നായിക ഇതൊക്കെ ആസ്വദിച്ച് കേട്ടിരിക്കുകയാണ്. ബൈക്കിട്ട് എത്ര ഒതുക്കിയിട്ടിട്ട് പോയാലും പിറ്റേന്ന് വരുമ്പോഴേക്കും കിച്ചൺ വൃത്തികേടാക്കുന്നതിനെ കുറിച്ചൊക്കെ ചേച്ചി നമ്മുടെ നായികയെയും നായകനെയും വഴക്കൊക്കെ പറഞ്ഞുകൊണ്ട് ജോലികൾ ഓരോന്നായി ഒതുക്കുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ നായികയും നായകനും കൂടി പണി തീരാതെ പഴകിക്കിടന്ന ഒരു വലിയ ബിൽഡിങ്ങിൽ നിൽക്കുന്നതാണ്. ഈ ബിൽഡിങ്ങിന്റെ കഥ നിനക്ക് അറിയാമെന്നല്ലേ പറഞ്ഞത്, കേൾക്കട്ടെ എന്ന് നായിക പറയുമ്പോൾ നായകൻ ആ കഥ പറയും. ഈ വീടിന്റെ പണി പകുതിയായപ്പോൾ വാട്ടർ ടാങ്കിൽ ഒരു കുഞ്ഞിന്റെ മൃതദേഹം കിടന്നിരുന്നു. പിന്നെ പലരും വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ശബ്ദങ്ങളും ഈ ബിൽഡിങ്ങിൽ നിന്നും കേട്ടിട്ടുണ്ട്. അതോടെ ഈ ബിൽഡിങ്ങിന്റെ പണി നിന്നു. അങ്ങനെയാണ് ഇന്നീ കാണുന്ന നിലയിലേക്ക് ഈ കെട്ടിടം അധപ്പതിച്ചത് എന്നൊക്കെ നായകൻ പറയുന്നു. ഇത് ഡാർക്ക് വാട്ടർ സിനിമയുടെ കഥയല്ലേ എന്ന് നായിക ചോദിച്ചുകൊണ്ട് കളിയാക്കും.
ഏതായാലും ആ സിനിമ കണ്ട ഒരാൾ പോലും നമ്മുടെ വീഡിയോ കാണാൻ പോകുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ പറയും കാണുന്നവരത് വിശ്വസിച്ചോളുമെന്നും നായകൻ പറയുന്നു. ശേഷം അവർ ഒരു ഷോപ്പിംഗ് മാളിലേക്ക് പോകും. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് രണ്ടാളും തിരികെ ഫ്ലാറ്റിലേക്ക് വരുന്നു. ഈ സമയം ലിഫ്റ്റിന്റെ അടുത്തേക്ക് വരുമ്പോൾ അവിടെ നമ്മുടെ ആ ഡോക്ടർ നിൽക്കുന്നുണ്ട്. അത് മൈൻഡ് ചെയ്യാതെ രണ്ടാളും ലിഫ്റ്റിൽ കയറുമ്പോഴും ഭയപ്പെടുത്തുന്ന ഒരു ഭാവത്തോടെ ഡോക്ടർ അങ്ങനെ ലിഫ്റ്റിനുള്ളിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. അടുത്ത ദിവസം നമ്മുടെ ജോലിക്കാരി ചേച്ചി നല്ല നാടൻ ഫുഡ് ഉണ്ടാക്കി രണ്ടാൾക്കും കൊടുക്കും. നായകൻ അത് ആസ്വദിച്ച് കഴിച്ചുകൊണ്ട് നമ്മുടെ ചേച്ചിയൊക്കെ പുകഴ്ത്തുന്നുണ്ട്. ചേച്ചി വളരെ സന്തോഷത്തോടെ എന്തോ 2 തുണ്ടുപേപ്പർ എടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടിട്ട് ടാറ്റു ചെയ്യാൻ പറ്റിയ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തരണേ മോളെ എന്നൊക്കെ പറഞ്ഞ് താഴത്തെ ഫ്ലാറ്റിലേക്ക് ജോലി ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ശേഷം നമ്മുടെ പഴയ ചായക്കടയില്ലേ, അവിടെ നിൽക്കുകയാണ് നായികയും നായകനും. അവിടുത്തെ അമ്മൂമ്മയും അപ്പൂപ്പനും വളരെ സന്തോഷത്തോടെ ഇപ്പോഴും പ്രണയിച്ചു കഴിയുന്നവരാണെന്ന് അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. ശേഷം വനത്തിനുള്ളിലേക്കാണ് അവർ പോകുന്നത്. ഒരു മലമുകളിൽ ചെന്ന് രണ്ടാളും ടൈം സ്പെൻഡ് ചെയ്യുന്നു. ശേഷം അവർ കുഞ്ഞിന്റെ ശബ്ദം കേട്ടു എന്ന് പറയുന്ന ആ ഹോണ്ടഡ് ആയിട്ടുള്ള വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ വെച്ച് അവരൊരു അമ്മൂമ്മയെ കാണും. ഈ അമ്മൂമ്മയാണ് മറ്റേ ഹോണ്ടഡ് ഹൗസിലെ കുഞ്ഞിന്റെ നിലവിളിയുടെ കഥയൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മുടെ ബോയിയുടെ വീഡിയോയിൽ ഒരു വീട്ടിലേക്ക് ചെന്നപ്പോൾ ആളില്ലാത്ത കിടക്കുന്ന ഒരു വീട്ടിൽ ആ ആൾ മരിച്ചുപോയി എന്നൊക്കെ അയൽവാസി പറഞ്ഞിരുന്നില്ലേ, ശരിക്കും ഈ അമ്മൂമ്മയുടെ വീട്ടിലേക്കാണ് അവർ പോയിരുന്നത്. അങ്ങനെ ഏതായാലും ആ അമ്മൂമ്മ നായികയ്ക്ക് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ആ വീട്ടിൽ ഒരു സുന്ദരിയായ പെൺകുട്ടി ഉണ്ടായിരുന്നു. ഒരാളെ കൊണ്ട് അതിനെ കെട്ടിച്ചു. 10ാം മാസം പെൺകുട്ടിക്ക് ഒരു കുഞ്ഞ് ജനിക്കുകയും ചെയ്യുന്നു. എന്നാൽ പെൺകുട്ടിക്ക് കുഞ്ഞിനെ നോക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, കുഞ്ഞിന് പാല് കൊടുക്കാൻ പോലും പറ്റുന്നില്ല. എന്നും വയ്യാഴികകൾ മാത്രം. കുളിക്കുകയോ പല്ല് തേക്കുകയോ ഒന്നും ചെയ്യാതെ അങ്ങനെ നടക്കും. അങ്ങനെ പ്രസവിച്ച 40ാം ദിവസം അമ്മ കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നു. അധികം താമസിയാതെ അവളൊരു മുഴുഭ്രാന്തിയായി മാറി. ശേഷം അവളും അവിടെ തന്നെ ആത്മഹത്യയും ചെയ്യും. പോലീസുകാരൊക്കെ വന്നെങ്കിലും പോസ്റ്റ്മോർട്ടമാണെന്നൊക്കെ പറഞ്ഞ് അവരും പോയി. പലരും കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടതായൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഞാനിതുവരെ അങ്ങനെയൊന്നും കേട്ടിട്ടില്ലെന്നും പ്രായമായ ആ സ്ത്രീ നായികയോട് പറയുന്നു. അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് പോകാൻ നേരം കുറച്ച് അച്ചാറും മറ്റ് ഗിഫ്റ്റുകളും ഒക്കെ നായികയ്ക്ക് അവർ കൊടുത്തുവിടുകയും ചെയ്യും. ശേഷമുള്ള യാത്രയിൽ ആ മരിച്ച പെൺകുട്ടിയെയും കുഞ്ഞിനെയും ഒക്കെ ആലോചിച്ച് നായികയ്ക്ക് നല്ല വിഷമമാവുകയും ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ശേഷമാണ് കേരളം ലോക്ക്ഡൗണിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഫ്രണ്ട്സ് ഇവരുടെ ഫ്ലാറ്റിൽ നിൽക്കാനായി വരുമെങ്കിലും ഇവർക്ക് പ്രൈവസി വേണമെന്നുള്ളത് കൊണ്ട് തന്നെ നൈസായിട്ട് ആ ഫ്രണ്ട്സിനെ ഇവർ ഒഴിവാക്കുന്നുണ്ട്. അങ്ങനെ ജോലിക്ക് വരുന്ന ചേച്ചിക്കാണെങ്കിൽ ജോലിക്ക് വരാനും പറ്റാതെയാകും. അപ്പോഴും നമ്മുടെ ഡോക്ടറെ വാച്ച് ചെയ്യാൻ നായിക മറക്കുന്നില്ല. ദിവസങ്ങൾ അങ്ങനെ കഴിയെ ഒരു ദിവസം ജോലിക്കാരി ചേച്ചി തിരികെ ജോലിക്കെത്തും. എങ്ങും പോകാനാകാതെ ക്രിക്കറ്റ് കണ്ട് ഫ്ലാറ്റിൽ തന്നെ കഴിഞ്ഞുകൂടുകയാണ് നായികയും നായകനും. അന്നും നമ്മുടെ ചേച്ചി തുണ്ടുപേപ്പർ എടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടുന്നുണ്ട്. ബോയ് ഫ്രണ്ടിന്റെ കുറിപ്പല്ലേ ഇത് എന്ന് നായിക ചോദിക്കുമ്പോൾ താഴത്തെ ഫ്ലാറ്റിലെ മാഡം തരുന്നതാ, അവർ ആരോടും ഒന്നും സംസാരിക്കില്ല, എന്തെങ്കിലും പറയാനുള്ളത് ഇതുപോലെ കുറിപ്പായി എഴുതി തരുമെന്നും ചേച്ചി പറയും. എന്ത് പറഞ്ഞാലും ഒരു വികാരവുമില്ല, ടിവിയിലൊക്കെ കാണുന്ന ടെർമിനേറ്ററിന്റെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞ് ചേച്ചി ആ ഫ്ലാറ്റിലേക്ക് ജോലിക്കായി പോകാൻ തുടങ്ങും. അതോടെ നായികയ്ക്ക് അവരുടെ കാര്യത്തിൽ കൂടുതൽ ക്യൂരിയോസിറ്റി വരുന്നു. അവരെ കൂടുതൽ വാച്ച് ചെയ്യാനും തുടങ്ങും. ചേച്ചിയോട് അവരെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ആ ചേച്ചി പറയുന്നത് ഇങ്ങനെയാണ്: അവിടെ എപ്പോഴും നല്ല ഇരുട്ടാണ്, എപ്പോഴും ജനവാതിലുകളൊക്കെ അടച്ചിടണം. അതുപോലെ തന്നെ അവരുടെ റൂമിൽ നിറയെ പുസ്തകങ്ങളാണ്. അവർ ഡോക്ടറാണെന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. പക്ഷേ എനിക്കെന്തോ അവരുടെ കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട്. അതുമാതിരിയാണ് അവരുടെ പോക്കും വരവും. ചില സമയത്ത് അവിടെ വേറെ ആരോ ഉള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ആരോ അവരുടെ കൂടെയുണ്ട്. ചില സമയം എന്തോ ഞരക്കവും മൂളലുമൊക്കെ കേൾക്കാമെന്നും ചേച്ചി നായികയോട് പറയുന്നു. ഇതൊക്കെ കേട്ട് ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കുകയാണ് നമ്മുടെ നായിക. നമ്മുടെ ഡോക്ടറുടെ ഫ്ലാറ്റിൽ ഒരു ചെടി ഉണ്ടായിരുന്നു. അത് ഒരു കാട്ടുചെടിയാണ്. അവരെന്തോ ഒളിക്കുന്നതായി എനിക്ക് നല്ല ഡൗട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ദിവസം ആ ഫ്ലാറ്റിൽ ഒന്ന് കയറി നോക്കണമെന്ന് നായകനോട് പറയും. നീ ആവശ്യമില്ലാതെ ഒന്നിലും പോയി തലയിടണ്ട, ചിലപ്പോൾ അവരൊരു പാവം സ്ത്രീയായിരിക്കുമെന്നും നായകൻ പറയും. എന്തായാലും ഫ്ലാറ്റിൽ കയറി നോക്കണമെന്ന ആഗ്രഹം നായിക നമ്മുടെ ചേച്ചിയോടും അവതരിപ്പിക്കും. ആദ്യം അവർ അമ്പിലും വില്ലിലും അടുക്കില്ല. എന്നാൽ നാളെ ടാറ്റു ചെയ്യുന്ന ആള് ഫ്ലാറ്റിൽ വരുമെന്ന് പറഞ്ഞ് ചേച്ചിയെ നമ്മുടെ നായിക ഫ്ലാറ്റാക്കുന്നു. അങ്ങനെ നമ്മുടെ ഡോക്ടർ റോഡിൽ പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ പോകുന്ന നേരം നോക്കി നായികയെ ചേച്ചി ആ ഫ്ലാറ്റിലേക്ക് വിളിപ്പിക്കും. നായികയും നായകനും വേഗം ക്യാമറയും എടുത്ത് അവരുടെ ആ ഒരു ഫ്ലാറ്റിലേക്ക് ചെല്ലുന്നു. ആ ഫ്ലാറ്റ് നിറയെ പുസ്തകങ്ങളായിരുന്നു. അവർ നേരെ ഡോക്ടറുടെ റൂമിലേക്കും കയറും. അവിടെയും നിറയെ പുസ്തകങ്ങളായിരുന്നു. ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യാൻ നായകൻ ശ്രമിക്കുമെങ്കിലും അത് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിരുന്നതുകൊണ്ട് അത് നടക്കില്ല. ചേച്ചി ആകെ പേടിച്ച് നിൽക്കുകയാണ്. ഇടയ്ക്കിടെ അവർ വന്ന് വിളിക്കുകയും ചെയ്യും.
അവിടെ ഇരിക്കുന്ന ഡയറി ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൽ ആരുടെയൊക്കെയോ ഫോട്ടോയും ഡീറ്റെയിൽസും കുറെ ന്യൂസ് പേപ്പർ കട്ടിങ്സും ഒക്കെ ഇരിക്കുന്നത് നായകൻ കാണുന്നുണ്ട്. അപ്പോഴേക്കും ചേച്ചിയുടെ ബഹളം കാരണം എല്ലാം നേരെയാക്കി വെച്ച ശേഷം അവര് ആ മുറിയിൽ നിന്നിറങ്ങി അടുത്ത മുറി തുറക്കാൻ നോക്കുമെങ്കിലും അത് ലോക്ക്ഡ് ആയിരുന്നു. പക്ഷേ കീ ഹോളിലൂടെ നോക്കുമ്പോൾ കാണുന്നത് 2 കാലുകളാണ്. അപ്പോഴേക്കും നമ്മുടെ ഡോക്ടർ വരികയും ചെയ്യുന്നു. പെട്ടെന്ന് നായികയും നായകനും സോഫയ്ക്ക് പിന്നിലായി പമ്മിയിരിക്കും. ചേച്ചി അപ്പോഴും പോലെ കിച്ചണിൽ പോയി ജോലി ചെയ്തുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അകത്തേക്ക് കിടക്കുന്ന ഡോക്ടർ നേരെ അവരുടെ മുറിയിൽ കയറി വാതിലടയ്ക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഗ്യാപ്പിൽ നായികയും നായകനും പുറത്തു കിടക്കും. തിരികെ റൂമിലെത്തി ഫ്ലാറ്റിലെടുത്ത വീഡിയോ ഫുൾ അവർ പ്ലേ ചെയ്ത് നോക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ ചേച്ചിയും അവിടേക്ക് വരും. ആകെ പേടിച്ചു പോയിരുന്നു നമ്മുടെ ചേച്ചി. നിങ്ങൾ എന്ത് പണിയാ മക്കളെ കാണിച്ചത്? ഫ്ലാറ്റ് കാണണമെന്ന് പറഞ്ഞിട്ട് അവിടെ മുഴുവൻ നിങ്ങൾ റെക്കോർഡ് ചെയ്തു. ഇതെങ്ങാനും ആ ഡോക്ടർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ ടെൻഷനാകുന്നു. അവിടെ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് നായകൻ പറയുമ്പോൾ അത് തന്നെയാ ഞാനും പറഞ്ഞത്. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടണ്ട, അവരായി അവരുടെ പാടായി എന്ന് പറഞ്ഞ് ചേച്ചി വല്ലാത്ത ടെൻഷൻ ആകുന്നത് കൊണ്ട് തന്നെ ശരി അങ്ങനെ തന്നെ ആവട്ടെ ശരിയെന്ന് പറഞ്ഞ് നായകൻ അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. ചേച്ചിയോട് അങ്ങനെ പറഞ്ഞെങ്കിലും അവരെന്തിനാണ് ഇങ്ങനെ ദേഷ്യം പിടിച്ച് ആരോടും മിണ്ടാതെ നടക്കുന്നതെന്ന് നായകൻ ചോദിക്കുന്നു. ഡോക്ടറെ ചുറ്റിപ്പറ്റിയുള്ള മിസ്റ്ററി എന്താണെന്ന് കണ്ടുപിടിക്കണം എന്നുള്ളൊരു ക്യൂരിയോസിറ്റി നമ്മുടെ നായകനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നേരെ ഗൂഗിളിൽ ചെന്ന് ഡയറിയിൽ കണ്ട ആൾക്കാരുടെ ഡീറ്റെയിൽസ് സെർച്ച് ചെയ്യുമ്പോൾ 2 പേരുടെ ഡീറ്റെയിൽസ് കിട്ടുന്നു. 2 ആളുടെയും പേരിൽ എന്തൊക്കെയോ ക്രിമിനൽ കേസുകൾ ഉണ്ടായിരുന്നു. എന്നാൽ 2 ആളും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതും ഉണ്ടായിരുന്നില്ല. ശേഷം ഡോക്ടറുടെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ കാണുന്നത് കഴിഞ്ഞ 4 വർഷം 4 ഹോസ്പിറ്റലുകളിലായിട്ട് അവർ ജോലി ചെയ്തിരുന്നു. എന്നാൽ ഈ വർഷം എങ്ങും ജോലി ചെയ്യുന്നില്ല. ഇവരുടെ മിസ്റ്ററി ഇനി വല്ല റിവെഞ്ച് സ്റ്റോറിയും ആയിരിക്കുമോ എന്നൊക്കെ നായകൻ ഡൗട്ട് പറയുന്നു. ഡയറിയിൽ പറഞ്ഞിരുന്ന ഒരു 7 ഡെത്തിനെ കുറിച്ചും അതിന്റെ ഉത്തരവാദികളായിരുന്നവരുടെ ഹോസ്പിറ്റൽ ഡീറ്റെയിൽസും ഒക്കെ നമ്മുടെ നായകൻ ഗൂഗിളിൽ നിന്നും തപ്പിയെടുക്കുന്നു. ഒരു മെഡിക്കൽ ഓഫീസറുടെ അനാസ്ഥയെ തുടർന്ന് മരിച്ച 7 കുട്ടികളുടെ ഡെത്തിനെ കുറിച്ചാണ് ഡയറിയിൽ പറഞ്ഞിരുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഒരു ലേഡിയായിട്ടുള്ളൊരു മെഡിക്കൽ ഓഫീസറിന്റെ അനാസ്ഥ കാരണമാണ് ഈ 7 കുട്ടികളും മരിച്ചു പോയത് എന്നായിരുന്നു. അടുത്ത സീൻ ഡോക്ടർ ഒരു പെട്ടിയുമായി കാറിന്റെ അടുത്തേക്ക് പോയില്ലേ, അപ്പോഴത്തെ വിഷ്വൽസ് ആണ്. കാറിന്റെ അടുത്ത് നിൽക്കുന്ന ലേഡിയെയും അത് ഷൂട്ട് ചെയ്യുന്ന നായകനെയുമാണ് സ്ക്രീനിൽ കാണിക്കുന്നത്. ഡിക്കിയിലെന്തോ വെച്ച ശേഷം പെട്ടിയുമായി നമ്മുടെ ഡോക്ടർ ഫ്ലാറ്റിലേക്ക് പോകുന്നതിന് ശേഷം നമുക്ക് തിരികെ പോയാലോ എന്ന് നായകൻ നായികയോട് ചോദിക്കും. ഇത് എന്തോ കുഴപ്പമുണ്ട്, അവർ കാറെടുത്ത് എങ്ങോട്ടോ പോകുവാണെന്നാണ് തോന്നുന്നത്, നമുക്കവരെ ഫോളോ ചെയ്യാമെന്ന് നായികയും പറയും. അതുകൊണ്ട് തന്നെ നായകൻ ഒരു ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസ് നമ്മുടെ ഡോക്ടറുടെ കാറിൽ ഘടിപ്പിക്കുന്നു. ശേഷം അവർ വന്ന് കാർ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. കുറച്ചു കഴിയുമ്പോഴേക്കും ഡോക്ടർ തിരികെ വന്ന് കാർ എടുത്ത് പുറത്തേക്ക് പോകും. ആ കാറിന്റെ ലൊക്കേഷൻ മാപ്പ് ചെയ്ത് നായികയും നായകനും കാറുമായി അവരെ ഫോളോ ചെയ്തു പോകുന്നു. അങ്ങനെയാണ് അവർ ആ രാത്രി കാട്ടിലേക്ക് എത്തുന്നത്. അപ്പോഴേക്കും മഴയും പെയ്തിരുന്നു. നായിക കുറേ ദൂരം മുന്നോട്ട് പോകുമ്പോൾ ഡോക്ടറുടെ കാറ് കാടിന് നടുവിലായി നിർത്തിയിരിക്കുന്നത് നമ്മുടെ നായിക കാണും. കുറച്ചുകൂടെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ ഡോക്ടർ ബാക്കിലൊരു ടയർ തള്ളിക്കയറ്റുന്നത് കാണുന്നുണ്ട്. അപ്പോഴേക്കും അവിടേക്ക് കുറേ ആനകൾ വരും. ആനയെ കണ്ട് നായികയാകെ ഭയന്നു പോകുന്നു. ആന പോയ ശേഷം നോക്കുമ്പോൾ കാണുന്നത് കാറിനുള്ളിൽ നിന്നൊരു ലേഡി പുറത്തേക്ക് ചാടുന്നതാണ്. അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുമെങ്കിലും അവരെ നമ്മുടെ ഡോക്ടർ അടിച്ചു വീഴ്ത്തുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നത് കാണുന്നതോടെ ആകെ പേടിച്ചു പോകുന്ന നായിക നേരെ ഓടി വന്ന് അവരുടെ വണ്ടിയിൽ കയറിയിരിക്കുന്നു. ഈ സമയത്താണ് നമ്മുടെ ഡോക്ടർ കാറിലേക്ക് എടുത്തിട്ടത് നായികയാണെന്ന് കരുതി നായകൻ കാറിന്റെ പുറകെ പോകുന്നത്. അങ്ങനെ വണ്ടിയുടെ അടുത്തേക്ക് ഓടി വരുന്ന നായിക ഫോൺ എടുത്ത് നായകനെ വിളിക്കുമെങ്കിലും കോൾ കണക്ട് ആകുന്നുണ്ടായിരുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ നായിക വണ്ടിയും എടുത്ത് കുറച്ചു ദൂരം കൂടി മുന്നോട്ട് വണ്ടി ഓടിച്ചു പോകുന്നു. അപ്പോഴേക്കും ഏകദേശം നേരം വെളുത്തിരുന്നു. പുഴയുടെ അടുത്തായി വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത് കണ്ട് നായകനെ അന്വേഷിച്ച് നായിക അങ്ങോട്ടേക്ക് വരുമ്പോൾ നായകൻ പുഴ കടക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ ഊരിയിട്ടിരുന്ന ജാക്കറ്റ് നായികയുടെ കണ്ണിൽപ്പെടും. അതോടെ നായകൻ പുഴ കടന്നുവെന്ന് മനസ്സിലാകുന്നതുകൊണ്ട് തന്നെ നായികയും പുഴ കടന്ന് അക്കരെ എത്തുന്നു. അക്കരെ എത്തുമെങ്കിലും നായികയ്ക്കും ഒരു ലക്കും കിട്ടുന്നില്ല. പുഴയുടെ കരയിലൂടെ ഇത്തിരി ദൂരം മുന്നോട്ട് നടന്ന നായിക തുരുമ്പെടുത്ത് പഴകിയ ഒരു കപ്പൽ കാണും. കപ്പലിന്റെ ഒരു സൈഡിലൂടെ അകത്ത് കിടക്കുന്ന നായിക അവിടെ ആകെ പരിശോധിക്കുന്നതിനിടയിൽ അകത്തെ മുറിയിൽ കിടക്കുന്ന ലേഡിയെ കണ്ട് പേടിച്ചു പോകും. ശേഷം നായകനെയും എടുത്തുകൊണ്ടുവരുന്ന ഡോക്ടറിനെയാണ് നായിക കാണുന്നത്. മറ്റേ ലേഡിയെ ഇട്ടിരുന്ന അതേ മുറിയിലേക്ക് ഡോക്ടർ നായകനെയും കൊണ്ടിടും. നായകനുമായുള്ള ഫൈറ്റിനിടയിൽ ഡോക്ടർ ക്യാമറ പൊട്ടിച്ചിരുന്നില്ലേ, അതിനുശേഷമുള്ള സീനാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. നായകനെ ആ റൂമിലേക്ക് കൊണ്ടിട്ട ശേഷം ഒരു പെട്ടിയുടെ മുകളിൽ ഇരുന്നിട്ട് കയ്യിൽ നേരത്തെ എഴുതി സൂക്ഷിച്ചിരുന്ന ഒരു തുണ്ടുപേപ്പർ എടുത്ത് ലേഡിയെ ഡോക്ടർ കാണിക്കുന്നു. ആ കുറിപ്പിലുള്ളത് ഇങ്ങനെയായിരുന്നു: ബ്രെയിൻ ഇൻഫെക്ഷനായി അഡ്മിറ്റ് ചെയ്യപ്പെട്ട കുട്ടികൾ എങ്ങനെയാണ് ഓക്സിജൻ സപ്ലൈ കിട്ടാതെ മരിച്ചത്?
അടുത്ത കുറിപ്പിൽ നിന്റെയും നിന്നെപ്പോലുള്ള ഹെൽത്ത് ഓഫീസേഴ്സിന്റെയും ക്രൂരതയാണ് ആ കുട്ടികളുടെ മരണം. അടുത്ത കുറിപ്പിൽ നിയമം നിന്നെ രക്ഷപ്പെടുത്തിയാലും ഞാൻ നിന്നെ വെറുതെ വിടില്ല. ഇത് കാണുന്ന ആ കെട്ടിയിട്ടിരിക്കുന്ന ലേഡി ഉറക്കെ കരയുന്നുണ്ടായിരുന്നു. ശരിക്കും ആ ലേഡി ആരാണെന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. 7 ഡെത്തിന് കാരണക്കാരിയായ ഒരു മെഡിക്കൽ ഓഫീസറിനെ കുറിച്ച് നായകൻ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ കണ്ടിരുന്നില്ലേ? ആ ലേഡിയെ തന്നെയാണ് ഡോക്ടർ ഇപ്പോൾ കെട്ടിയിട്ടിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ ഡോക്ടർ വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലുകളിൽ നടന്ന മരണമായിരിക്കും 7 ഡെത്ത്. അതിനുത്തരവാദിയായ മെഡിക്കൽ ഓഫീസർ ആയിരുന്നതിനാലാണ് അവരെ ഇങ്ങനെയൊക്കെ നമ്മുടെ ഡോക്ടർ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. അടുത്ത കുറിപ്പിൽ ആ ലേഡി കരയുന്നത് കണ്ട് നീ കരയണം, അന്ന് അവിടെ കരഞ്ഞ ഓരോ അമ്മമാരുടെയും വേദന നീ അറിയണം എന്നായിരുന്നു ഉണ്ടായിരുന്നത്. ശേഷം 3 മെഡിസിൻസും 3 സിറിഞ്ചുകളും ഡോക്ടർ എടുക്കുന്നു. അതിലൊന്ന് ആ ലേഡിയുടെ ദേഹത്തേക്ക് കുത്തിവെക്കുകയും ചെയ്യും. അതോടെ അവര് അബോധാവസ്ഥയിലുമാകും. അപ്പോഴേക്കും ക്യാമറ അവിടെ വെച്ച ശേഷം നായിക നേരെ ഓടി നായകന്റെ അടുത്തേക്ക് വരുന്നു. ഇത് കാണുന്ന ഡോക്ടറും നായികയും തമ്മിൽ ചെറിയൊരു ഫൈറ്റ് നടക്കുമ്പോഴേക്കും നായകനും ബോധം വീഴും. അതിനുശേഷം പിന്നെ 3 പേരും തമ്മിലാണ് ഫൈറ്റ്. ഇത്തിരി പാടുപെട്ടിട്ടാണെങ്കിലും നമ്മുടെ ഡോക്ടർ നായികയെയും നായകനെയും അടിച്ചു വീഴ്ത്തുന്നു. അതിനുശേഷം അടുത്ത ഡോസ് മെഡിസിൻ ആ ലേഡിക്ക് കുത്തിവെക്കുന്നതിനിടയിൽ ഫൈറ്റിനിടയിൽ താഴെ വീണുപോയ ക്യാമറ അവിടെ കിടക്കുന്നത് നമ്മുടെ ഡോക്ടർ കാണുന്നുണ്ട്. ശേഷം ഡോക്ടർ ക്യാമറയുടെ അടുത്തേക്ക് വന്ന് ക്യാമറ എടുക്കുന്നു. അങ്ങനെ ആ സീൻ അവിടെ കട്ടാവുകയാണ്. അടുത്ത സീനിൽ ക്യാമറ ഒരു സ്ഥലത്ത് ഡോക്ടർ ഫിക്സ് ചെയ്ത് വെച്ച ശേഷം മുന്നോട്ട് നടക്കുന്നു. ഈ സമയം ഒരു മരത്തിന് ചുവട്ടിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന നായകനും അർദ്ധബോധാവസ്ഥയിൽ കിടക്കുന്ന നായികയെയും കാണുന്നുണ്ട്. അതിന് തൊട്ടടുത്തായി ഒരു ചെറിയ മൺകൂനയും ഒരു മൺവെട്ടിയും കാണാം. അല്പനേരം ആ മൺകൂനയിൽ നോക്കി നിന്ന ശേഷം ഡോക്ടർ നായകന്റെയും നായികയുടെയും നേർക്ക് തിരിയുമ്പോഴേക്കും നായികയാകെ പേടിച്ച് നായകനെ കെട്ടിപ്പിടിക്കുന്നു. ഇത് കാണുന്ന ഡോക്ടർ ഇച്ചിരി നേരം അവരെ നോക്കി നിന്ന ശേഷം മുന്നോട്ട് നടന്ന് ആ പുഴക്കരയിലേക്ക് പോവുകയാണ്. ഈ സീനോടുകൂടി അങ്ങനെ ആ സിനിമ അവസാനിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ ഫ്രം മൂവി ട്രാവലർ 2022.